ഹലോ, ഇന്നത്തെ ഈ വീഡിയോയില് ഇവന്റെ കുറച്ച് കുസൃതികളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവൻ ചെയ്യുന്ന പ്രവർത്തികൾ എന്തെല്ലാന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി കാണിച്ചു തരാം. നമ്മളെ വീട്ടിൽ ഈച്ചയോ കൊതുവോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതല്ല ഇവൻ പിടിച്ചോളൂ. അതാ നിങ്ങൾ ഇപ്പൊ ഇടുന്ന് കണ്ടോണ്ടിരിക്കുന്നത്. ഇവന്റെ പ്രധാന വിനോദം എന്ന് വെച്ചാല് ഇടക്കിടക്ക് ഇതാ ഈ കാണുന്ന പോലെ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കണം. പിന്നെ ഇടക്കോ അവന്റെ കൂടെ നമ്മളൊന്ന് കളിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം, അല്ലെങ്കിൽ ആളൊന്ന് പണങ്ങും. അങ്ങനത്തെ ഒരാളാണേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേനോ, ഇവനെ പേടിച്ചിട്ട് ഒരു പൂച്ച വരെ മുറ്റത്തേക്ക് ഇറങ്ങൂല. നിങ്ങൾ ഇപ്പൊ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നുണ്ട, അതൊന്നും മുറ്റത്തേക്കല്ല, അതല്ല അപ്പുറത്തെ സൈഡ് നിന്നിട്ട് ഇവനെ നോക്കുന്ന. ഈടുന്നവൻ ആരെയാ നോക്കുന്നേ നിങ്ങൾക്ക് മനസ്സിലായ? അബദ്ധത്തില് 3 പൂച്ച നമ്മളെ മുറ്റത്തേക്ക് വന്നിനു. അപ്പൊ ഓൻ അതിനെ ഓടിച്ചു വിട്ട്. അപ്പൊ അതങ്ങ് പോയി. ഓൻ അതിനെയാണ് ഇങ്ങനെ പരുതുന്നത്. കുറച്ചു സമയം ഓൻ ആടുന്ന് ഇങ്ങനെ നിരീക്ഷിച്ചിട്ട് ഓന്റെ അന്വേഷണത്തിനൊടുവിൽ ഓൻ പൂച്ചേന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോ ഓൻ ഇങ്ങനെ പരുതുന്നതിന്റെ തൊട്ടപ്പുറത്തെ മരമില്ലേ, ആ മരത്തിന്റെ അടുക്കാണ് ഈ പൂച്ച ഉള്ളത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കണ്ടത് ആ മരത്തിന്റെ മേലെ ആ പൂച്ചയെല്ലാം കേറിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതിന്റെ മേലെ നിന്ന് ആ 3 പൂച്ചയും കാര്യമായിട്ട് ഇവനെ തന്നെ നോക്കുന്നുണ്ട്. ഒരു സൗണ്ട് പോലും ഉണ്ടാക്കാണ്ട് ആ മരത്തിന്റെ മേലെ എന്ത് വൃത്തിക്കാ നിക്കുന്നേ നോക്കിയാട്ടെ. അതിന്റെ ഇടയിൽ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്ന അന്ന ആ പൂച്ച ഇങ്ങനെ സങ്കടത്തോടെ നോക്കുന്നുണ്ട്. ഇവനെന്ത് ദുഷ്ടനാണ്, ഒന്നതിനെ അങ്ങോട്ട് വിളിച്ചൂടെ, എന്നാലല്ലേ നമുക്ക് ഇങ്ങോട്ടൊക്കെ ഇറങ്ങാൻ കഴിയുള്ളൂന്ന്. ആ പൂച്ചേന്റെ സങ്കടം പിടിച്ച നോട്ടം കണ്ടപ്പോ അണക്കും വിഷമായി. അങ്ങനെ ഞാൻ വിചാരിച്ചു ഓനെന്ന് ഇങ്ങോട്ടേക്ക് വിളിക്കാന്ന്. അങ്ങനെ ഓനെ ഇങ്ങോട്ടേക്ക് താഴേക്ക് വിളിച്ചപ്പോ മരത്തിന്റെ മേലെ നിന്ന് സേഫ് ആണോന്ന് നോക്കിയിട്ട് അപ്പുറത്തേക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നുണ്ട് ചങ്ങായി. ശേഷം ഓനങ്ങ് പോയെങ്കിലും ഓർക്കാടുന്ന് ഇറങ്ങാനുള്ള പ്ലാൻ ഇല്ലേനും. കാരണം കുറച്ച് സമയം നിരീക്ഷിക്കണ്ടേ. കുറച്ച് സമയത്തെ നിരീക്ഷണത്തിന് ശേഷം ഓറെല്ലാം കൂടി താഴെ ഇറങ്ങാനുള്ള പ്ലാനില് താഴെ ഇറങ്ങുന്ന കാഴ്ച നിങ്ങൾ ഇപ്പൊ ഇടുന്ന് കണ്ടോണ്ടിരിക്കുന്നത്. ഇവിടുത്തെ അവസ്ഥ ഇതാണ്. ഇവനെ പേടിച്ചിട്ട് ഒരൊറ്റ പൂച്ച പോലും മുറ്റത്തേക്ക് വരത്തില്ല. അബദ്ധത്തിൽ മുറ്റത്ത് വന്ന പൂച്ചേന്റെ അവസ്ഥ എന്താണ് നിങ്ങൾ ഇതിലെ കൂടി കണ്ടതല്ലേ. അപ്പൊ ഇത്രേ ഉള്ളൂ. ബായ്.